Hello dear students, welcome to CS Classroom. In this video, we will discuss about first alphabet, second strings, and lastly languages. So let's get started. First alphabet. So alphabet is a finite non-empty set of symbols. Okay. These symbols are the basic building blocks or characters from which all strings are formed. Okay. അപ്പോൾ നമുക്ക് ഈ ഡെഫിനേഷൻ ഒന്ന് ശരിക്കും ഡീകോഡ് ചെയ്ത് നോക്കാം. എന്താണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ആൽഫബറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ A to Z എന്ന് പറയുന്ന ഒരു പിക്ചറാണ് പെട്ടെന്ന് വരുന്നത്. ബേസിക്കലി ആൽഫബറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം, നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളുടെയും നമ്മൾ എത്ര വലിയ സ്ട്രിങ് എഴുതിയാലും അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ആൽഫബറ്റിലെ സിമ്പിൾസ് ആയിരിക്കും. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ അത് 1 ആയിരിക്കും, സിംഗിൾ ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് സിമ്പിൾസ്. ഈ സെറ്റിൽ ഇഷ്ടംപോലെ സിമ്പിൾസ് ഉണ്ടാവും. ഇപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണെങ്കിൽ യു ഹാവ് 26 സിമ്പിൾസ്. യു വിൽ നോട്ട് സേ 26 ആൽഫബറ്റ്സ്. ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ set in which there are 26 symbols, right? So it is non-empty in nature and എത്ര വലിയ വേർഡ്സും പാരഗ്രാഫും എസ്സേസും എന്ത് വേണമെങ്കിലും എഴുതുവാണെങ്കിലും അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് ആണ്. സോ ഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ കൗണ്ടബിൾ സിമ്പിൾസ്. ഓക്കെ, ഇൻഫിനിറ്റ് ആയിരിക്കത്തില്ല അത് നേച്ചറിൽ. സോ ഇറ്റ്സ് നോട്ട് ഇൻഫിനിറ്റ് ഇൻ നേച്ചർ. നോൺ എംപ്റ്റി ആയിരിക്കും അത്. അതായത് ഏതെങ്കിലും ഒരു സിമ്പിളെങ്കിലും അതിനകത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ദർ ഇസ് നോ സെൻസ്, അല്ലേ? ഇപ്പോൾ ഒരു ആൽഫബറ്റിൽ ഒരു സിമ്പിളും ഇല്ല എങ്കിൽ യു കെ നോട്ട് ഫ്രെയിം സ്ട്രിങ്സ് ഓർ യു കെ നോട്ട് ഫ്രെയിം ലാംഗ്വേജസ് ഔട്ട് ഓഫ് ഇറ്റ്, റൈറ്റ്? സോ ദ ഫൗണ്ടേഷൻ ഓഫ് സ്ട്രിങ്സ് ആണ്. അപ്പോൾ അതിൽ ഒരിക്കലും സിമ്പിൾ ഇല്ലാതിരിക്കത്തില്ല. മിനിമം ഒരു സിമ്പിൾ ഉള്ള ഒരു ആൽഫബറ്റ് എങ്കിലും ആയിരിക്കണം. ഓക്കെ, ദ തേർഡ് തിങ് ഇസ്, യു നോ ഇറ്റ്, ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഓൾ സ്ട്രിങ്സ് ആർ മെയ്ഡ് using these symbols. Even the entire language is made of these symbols which are called alphabets. Okay, ഇപ്പോൾ നമ്മൾ എന്തിനാണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിലെ ആൽഫബറ്റ് പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഉടനെ നോക്കും. ഓക്കെ, സോ ലെറ്റ് us കണ്ടിന്യൂ വിത്ത് ആൽഫബറ്റ്. ഇത് ബേസിക്കലി നമ്മൾ കാണിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത്, ആൽഫബറ്റിനെ കാണിക്കുന്നത് സിഗ്മ വെച്ചിട്ടാണ്. റൈറ്റ്, എക്സാമ്പിൾസ് എന്നിരുന്ന് നോക്കുവാണെങ്കിൽ, സപ്പോസ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ് എങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു നമ്മളൊരു സെറ്റിന്റെ ഫോമിൽ ABC till Z എഴുതും. റൈറ്റ്, so you can see ABC till Z. This is called as the English alphabet, in which 26 symbols are there. Right, so it is finite in nature, we know, right? Because we can count, they are 26. They are non-empty, of course. ഇതിനകത്ത് empty set അല്ല ഇത്. Then these are the building blocks for the English language. Okay, so any word or string or paragraph written in English uses symbols from the above alphabet. Hence, it is called as the building block. Right, so combining these symbols forms strings. Right, suppose apple, APPLE. Right, so ഇതിലുള്ള സിമ്പിൾസ് ഏത് ആൽഫബറ്റിലാണ്? ഈ ആൽഫബറ്റിൽ ഉള്ളതാണ്. വെദർ ഇറ്റ് ഈസ് മീനിങ്ഫുൾ ഓർ മീനിങ്ലെസ്. റൈറ്റ്, ഫോർ എക്സാമ്പിൾ ACDEDB, that is a meaningless word അല്ലെങ്കിൽ string. അതുപോലെ happy is a meaningful word. അതുപോലെ JIJKH, this is a meaningless string, right? So all these combinations of symbols basically എന്താണ്? strings തന്നെയാണ്. Alright, okay, let's move forward. Other examples നമുക്ക് നോക്കാം. Like English alphabet, you can also frame binary alphabet. Binary alphabetൽ എത്ര symbols ഉണ്ടാവും? 0 and 1 obviously, right? Then you have sets of digits. ഇപ്പോൾ നമ്മൾ ഡെസിമൽ ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ 0 1 2 3 4 5 6 7 8 and 9. അതുപോലെ നമ്മൾ DNA ബേസിസിൻ്റെ എടുക്കുവാണെങ്കിൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി ഫെമിലിയർ വിത്ത് യു. അതിൽ നമ്മൾ ACGT, റൈറ്റ്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ്. ഓൺ ആൻഡ് ഓഫ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു. അതിൽ ബേസിക്കലി എന്താണ് നമ്മൾ കൊടുക്കുന്ന ആൽഫബറ്റ്? നമ്മൾ പ്രസ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ടാണ് അതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിളേ ഉള്ളൂ, റൈറ്റ്? അതുപോലെ കോഫി വെൻഡിങ് മെഷീൻ്റെ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സോ അതിൽ നമ്മൾ എന്തൊക്കെ ഇൻപുട്സ് ആണ് യൂസ് ചെയ്തത്? ഇൻസേർട്ട് 5, ഇൻസേർട്ട് 10 ആൻഡ് റെഡി. സോ ഈ 3 സിമ്പിൾസ് ആയിരിക്കും കോഫി വെൻഡിങ് മെഷീൻ്റെ എക്സാമ്പിളിലുള്ള നമ്മുടെ ആൽഫബറ്റിലുള്ള സിമ്പിൾസ്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ വി ആർ യൂസിങ് ആൽഫബറ്റ്, റൈറ്റ്? ആൽഫബറ്റിൽ എന്തുണ്ടാവും? സിമ്പിൾസ് ഉണ്ടാവും. ഈ സിമ്പിൾ ആയിരിക്കും ഒരു ഓട്ടോമേറ്റയിൽ
എന്തായിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഇൻപുട്സിന് നമ്മൾ എന്താണ് ഒരു സീക്വൻസ് കൊടുക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് സ്ട്രിങ്സ്, റൈറ്റ്. ഇവൻച്വലി അതൊരു അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകും, അല്ലെങ്കിൽ നോൺ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകും, റൈറ്റ്. അത് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക്കും നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് ഒക്കെ പഠിക്കുമ്പോൾ വിൽ സീ ഇൻ ഡീറ്റെയിൽ. ഓൾറൈറ്റ്. So now let us discuss with an example. Alright, ഇതൊരു നമ്മുടെ കോഫി വെൻഡിങ് മെഷീൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു, റൈറ്റ്. സപ്പോസ് യു ആർ കൺസിഡറിങ് എ സ്ട്രിങ്, റൈറ്റ്, ഇൻസേർട്ട് 5 ഇൻസേർട്ട് 5 ഇൻസേർട്ട് 5, റൈറ്റ്. അതായത് നമ്മുടെ ആൽഫബറ്റ് എന്താണ്, യു ക്യാൻ സീ ദ ആൽഫബറ്റ് ഈസ് ഇൻസേർട്ട് 5, ഇൻസേർട്ട് 10, റെഡി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ട്രിങ് ഫോം ചെയ്തു. ആ സ്ട്രിങ് ആണ് ഇൻസേർട്ട് 5 ഇൻസേർട്ട് 5 ഇൻസേർട്ട് 5. യു ക്യാൻ സീ ദീസ് ആർ സിമ്പിൾസ്. ഈ സിമ്പിൾസ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ട്രിങ് ഫോം ചെയ്തു. ഓഫ് കോഴ്സ് ഇത് എവിടെ നിന്നാണ് ഞാൻ എടുത്തത്, ആൽഫബറ്റ്, റൈറ്റ്. ആൽഫബറ്റ് ഓഫ് കോഫി വെൻഡിങ് മെഷീൻ ഈസ് നത്തിങ് ബട്ട് ഇൻസേർട്ട് 5, ഇൻസേർട്ട് 10, റെഡി, റൈറ്റ്. So sequence of symbols, this forms a string. So basically insert 5 insert 5 insert 5 എന്തായിരിക്കും, ഒരു string ആയി മാറി, right, that you can see. Now at the end of the string the automator reaches a state, right. അത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം, right. So you can see from insert 5, from starting from S0 it goes to S5 state, then S5 state na insert 5 you can see it is going to S10 state, then S5 വീണ്ടും വരുവാൻ it goes to S15 state. You can see that it forms a Z shape, right. So basically എന്താണ്, ഇത് ട്രാവേഴ്സ് ചെയ്യുവാണ് നമ്മൾ നോക്കുവാണെങ്കിൽ, റൈറ്റ്. സോ ഓരോ സിമ്പിൾ നമ്മൾ എന്താണ് സ്ട്രിങ്ങിൽ നിന്നും ഓരോ സിമ്പിൾ റീഡ് ചെയ്ത് ഇവൻച്വലി എന്താണ് അതൊരു അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അക്സെപ്റ്റഡ് ആയി എന്നർത്ഥം. അത് അക്സെപ്റ്റിംഗ് സ്റ്റേജിലോട്ട് പോകുന്നില്ല എങ്കിൽ എന്താണ്, അത് റിജക്റ്റഡ് ആയി. ഓൾറൈറ്റ്. സോ in this scenario it is eventually coming to S15 state. That means S15 state എന്താണ്, നമുക്ക് കോഫി റെഡി ആയി എന്നുള്ള ഒരു സ്റ്റേറ്റ് ആണ്, റൈറ്റ്. സോ ഇൻസേർട്ട് 5 ഇൻസേർട്ട് 5 ഇൻസേർട്ട് 5 എന്നാണ് സ്ട്രിങ്. ഇവൻച്വലി ഈ മെഷീനിലൂടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റീച്ചിങ് ടു ദി ഫൈനൽ സ്റ്റേറ്റ്. ഓൾറൈറ്റ്. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രിങ്, റൈറ്റ്. ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്, right. You can see if that state is not final it means it is rejected, right. Now we come to strings. നമ്മൾ നേരത്തെ സ്ട്രിങ്സിനെ കുറച്ച് നോക്കി, പക്ഷെ ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ നോക്കാൻ പോവാണ്. ഡെഫിനേഷൻ എന്താണ്, ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾ ചോസൺ ഫ്രം സം ആൽഫബറ്റ്, റൈറ്റ്. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, ഏതെങ്കിലും ആൽഫബറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സീക്വൻസ് ഓഫ് സിമ്പിൾസ് എടുക്കുന്നു, റൈറ്റ്. സോ എന്താണ് ഹൈലൈറ്റിംഗ് പോയിന്റ്സ്, എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾസ്. ഓൾറൈറ്റ്. അതുപോലെ നൊട്ടേഷൻ എന്തായിരിക്കും, ടിപ്പിക്കലി നമ്മൾ കൺകാറ്റിനേഷൻ ഓഫ് സിമ്പിൾസ് ആയിട്ടാണ് നമ്മൾ നൊട്ടേഷൻ കാണിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. സപ്പോസ് യു ആർ യൂസിങ് എ ആൽഫബറ്റ് 01 ബൈനറി സിമ്പിൾ, റൈറ്റ്. സോ 0 അതിൽ നമ്മൾ 0 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ സ്ട്രിങ്. 1 ആണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഓൾസോ എ സ്ട്രിങ്, റൈറ്റ്. 0101 ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് symbols that becomes string number 3. 101010 it becomes string number 4. അതുപോലെ നമുക്ക് ഇഷ്ടം പോലെ സ്ട്രിങ്സ് നമുക്ക് ഫോം ചെയ്യാം. ഓൾറൈറ്റ്. സോ അടുത്ത ടോപ്പിക് നമ്മൾ നോക്കാം. അതിനകത്ത് തന്നെ നമ്മൾ നോക്കുന്നത് സബ് ടോപ്പിക് ആയിട്ട് ലെങ്ത് ഓഫ് എ സ്ട്രിങ്. വാട്ട് ഡു യു മീൻ ബൈ ലെങ്ത്? ഇതെല്ലാം ദീസ് ആർ ട്രിവിയൽ ആൻഡ് മൈനർ തിങ്സ്, എന്നാലും നമ്മൾ ഇറ്റ്സ് വർത്ത് ഡിസ്കസിങ്. ഓക്കെ. സോ ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ ആയിട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു വേർഡ് ഉണ്ടെങ്കിൽ സപ്പോസ് W എന്ന് പറഞ്ഞ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, സപ്പോസ് സ്ട്രിങ് 4, റൈറ്റ്, 101010. സോ അതിന്റെ ലെങ്ത് ആയിരിക്കും സിംപ്ലി കൗണ്ട്, റൈറ്റ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിൾ സപ്പോസ് 0101. വാട്ട് ഈസ് ഇറ്റ്? 0101ന്റെ ലെങ്ത് എന്തായിരിക്കും? ജസ്റ്റ് കൗണ്ട് ഇറ്റ് 1 2 3 4, റൈറ്റ്. അതുപോലെ 111ന്റെ ലെങ്ത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഓൾറൈറ്റ്. നൗ let us come to the next subtopic, empty string. Empty string is a concept. ഇതിനകത്ത് എന്താണ്, 0 സിമ്പിൾസ് ആയിരിക്കും. ഇതിനകത്ത് ഒരു സിമ്പിളും കാണത്തില്ല, റൈറ്റ്. സോ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എപ്സൈലോൺ ഓർ ലാംഡ, റൈറ്റ്. സോ ഒരു സ്ട്രിങ് ഉണ്ട് ഇൻ വിച്ച് ദർ ഈസ് നോ സിമ്പിൾസ്, റൈറ്റ്. സോ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, ബട്ട് ഇറ്റ് എക്സിസ്റ്റ്, റൈറ്റ്. നമ്മളത് NFA നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റീവ് അങ്ങനത്തെ ട്രാൻസിഷനൊക്കെ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ, റൈറ്റ്. ഇപ്പോഴത്തേക്ക് നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എംപ്റ്റി സ്ട്രിങ് എന്ന് പറയുമ്പോൾ ദർ ആർ നോ സിമ്പിൾസ് ഇൻ ദാറ്റ് സ്ട്രിങ്, റൈറ്റ്. അപ്പോൾ ഒബ്വിയസ്ലി അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ 2 ബാർ കാണിക്കുന്നത് നമ്പറിനെയാണ്, റൈറ്റ്. അതായത് ഇതിന്റെ ലെങ്ത് എത്രയാണ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്.
റൈറ്റ്. സോ എന്താണ് ഇറ്റ് ഈസ് എ സ്ട്രിങ് ഓവർ എനി ആൽഫബറ്റ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എം ടി സ്ട്രിങ് ക്യാൻ ബി ഓഫ് എനി ആൽഫബറ്റ്. കാരണം എന്താണ്, അതിന്റെ ലെങ്ത് 0 ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ആൽഫബറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക് ഇസ് കോൺകാറ്റിനേഷൻ ഓഫ് സ്ട്രിങ്. ബേസിക്കലി എന്താണ്, നമ്മൾ സ്ട്രിങ്സിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലായാലും നമ്മൾ സ്ട്രിങ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ കോൺകാറ്റിനേഷൻ ഓഫ് സ്ട്രിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? യു ആൻഡ് വി രണ്ട് സ്ട്രിങ്സ് ആണെങ്കിൽ അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യുവാണെങ്കിൽ യു എഴുതിയതിനു ശേഷം വി അതിനെ ചേർത്ത് എഴുതുക. ഇതാണ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ഒരു സ്ട്രിങ് യു എന്ന് പറയുന്നത് ഹലോ ആണ്, വി എന്ന് പറയുന്നത് വേൾഡ് ആണെങ്കിൽ യു വി കോൺകാറ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഹലോ വേൾഡ് ആയിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. യു എപ്സൈലോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റൈറ്റ്, ഇസ് ഈക്വൽ ടു എപ്സൈലോൺ ഒന്നുമില്ല ഇസ് ഈക്വൽ ടു യു. സോ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു ഒന്നുമില്ല എന്ന് പറയുന്ന സംഭവം നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ സംഭവം തന്നെ നമുക്ക് കിട്ടും, റൈറ്റ്. അതും ട്രിവിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി പവേഴ്സ് ഓഫ് ആൻ ആൽഫബറ്റ്, റൈറ്റ്, പവേഴ്സ് ഓഫ് ആൻ ആൽഫബറ്റ്. സിഗ്മ പവർ കെ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് all string of length k, right? That means ഇതിനകത്ത് ഈ പെർട്ടിക്കുലർ സെറ്റില് എന്തായിരിക്കും ഉള്ളത്? all the strings of length k. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. സപ്പോസ് സിഗ്മ റേസ് ടു 2, അതിന്റെ അർത്ഥം എന്താണ്? ഈ സെറ്റില് നമ്മുടെ ആൽഫബറ്റ് ഇപ്പോൾ എ ബി ആണെങ്കിൽ എ ബി രണ്ട് സിമ്പിൾ മാത്രമേ ഉള്ളൂ. ഈ എപ്സിലോൺ റേസ് ടു 2 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സിഗ്മ റേസ് ടു 2 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് ലെങ്തിലുള്ള സ്ട്രിങ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. എന്തൊക്കെയായിരിക്കും? എ എ, എ ബി, ബി എ ആൻഡ് ബി ബി, റൈറ്റ്. സോ ദാറ്റ് ഈസ് ഇറ്റ്. സപ്പോസ് സിഗ്മ റേസ് ടു 4 ആണെങ്കിൽ 4 ലെങ്തിലുള്ള സ്ട്രിങ്സ് എല്ലാം അക്സെപ്റ്റ് ആവും, റൈറ്റ്. ഈ സിറ്റുവേഷനിൽ അത് പോസിബിൾ അല്ല. കാരണം എന്താണ്? സിമ്പിൾസ് ആർ ഓൺലി 2. ഇനി സിഗ്മ സ്റ്റാർ എന്തായിരിക്കും? സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സ്ട്രിങ്സ്. ഇതിന് നമ്മൾ ക്ലീൻ ക്ലോഷർ എന്നൂടെ പറയാറുണ്ട്. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സ്ട്രിങ്സ് ഇൻക്ലൂഡിങ് ദ എംപ്റ്റി സ്ട്രിങ്. ദാറ്റ് മീൻസ് യു ക്യാൻ സീ ഇതിനകത്ത് എന്താണ്, എല്ലാ ലെങ്ത്തിലെയും സ്ട്രിങ്സും നമ്മൾ ബേസിക്കലി എല്ലാ സ്ട്രിങ്സും ഈ പെർട്ടിക്കുലർ സെറ്റിൽ വരും. ഇതിന് നമ്മൾ എന്ത് പറയും? ക്ലീൻ ക്ലോഷർ എന്ന് പറയും, റൈറ്റ്. ദാറ്റ് മീൻസ് സിഗ്മ സ്റ്റാർ ഈസ് ഈക്വൽ ടു സിഗ്മ 0 യൂണിയൻ സിഗ്മ 1 യൂണിയൻ സിഗ്മ 2 ഈസ്, അഗെയിൻ ഐ വിൽ റിപ്പീറ്റ്, സിഗ്മ 2 എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ strings with length 2 that has been unioned with set of all string with length 1, so on. That means എല്ലാ സ്ട്രിങ്സും ഇതിനകത്ത് ഉൾപ്പെടും. It is called as clean closure, right? So you can see എ ബി എന്ന് പറയുന്ന ആൽഫബറ്റ് ആണെങ്കിൽ ഈ സിഗ്മ സ്റ്റാർ എന്തായിരിക്കും? എപ്സിലോൺ അതിനകത്തുണ്ട്, ബിക്കോസ് എംപ്റ്റി സ്ട്രിങ് ആണ്. എ യു ക്യാൻ സി സിംഗിൾ ലെങ്ത് ഉള്ള സ്ട്രിങ് ആണ് എ കൊമ ബി. എ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് ലെങ്ത് ഉള്ള സ്ട്രിങ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എ ഇറ്റ് ഹാസ് 3 ലെങ്ത് ആൻഡ് സോ ഓൺ, ഇറ്റ് ഗോസ് ഓൺ. 4 ലെങ്ത്തിലെയും 5 ലെങ്ത്തിലും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ഇതിനകത്ത്, റൈറ്റ്. സോ ദാറ്റ് ഫോംസ് ദി ക്ലീൻ ക്ലോഷർ. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ക്ലോഷർ. പോസിറ്റീവ് ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇറ്റ് ഈസ് സെയിം ആസ് എ ക്ലീൻ ക്ലോഷർ, യെറ്റ് അതിനകത്ത് എന്തില്ല? ഇതിനകത്ത് എംപ്റ്റി സ്ട്രിങ് ഇല്ല. സോ എംപ്റ്റി സ്ട്രിങ് ഒഴിച്ച് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ക്ലോഷറിൽ ഉണ്ട്. സോ വാട്ട് ഈസ് പോസിറ്റീവ് ക്ലോഷർ? സിഗ്മ 1 യൂണിയൻ സിഗ്മ 2 യൂണിയൻ സിഗ്മ 3. ഇതിനകത്ത് എന്തില്ല? സിഗ്മ 0 ഇല്ല. ദാറ്റ് മീൻസ് എംപ്റ്റി സ്ട്രിങ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്, റൈറ്റ്. സോ വേറൊരു രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ പോസിറ്റീവ് ക്ലോഷർ ഈസ് ഈക്വൽ ടു ക്ലീൻ ക്ലോഷർ മൈനസ് എംപ്റ്റി സ്ട്രിങ്. സോ എംപ്റ്റി സ്ട്രിങ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ക്ലോഷർ ആയിരിക്കും. ക്ലീൻ ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എംപ്റ്റി സ്ട്രിങ് ഓൾസോ, റൈറ്റ്. സോ ദാറ്റ് ഈസ് basics about strings. Now languages എന്ന് പറയുമ്പോൾ എന്താണ്? Language is a set of string over a given alphabet. In other words, a language is a subset of, ഇപ്പൊ നമ്മൾ കണ്ട എല്ലാം എന്തായിരിക്കും? ലാംഗ്വേജ് ആയിരിക്കും. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ഒരു സബ്സെറ്റ് ആണ്. എപ്സിലോൺ സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? അതിനകത്ത് എംപ്റ്റി സ്ട്രിങ് ഉണ്ടായിരുന്നു, 1 ലെങ്ത് 2 ലെങ്ത് 3 ലെങ്ത് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു, റൈറ്റ്. സോ അതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്ത്? ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ, റൈറ്റ്. സോ യു ക്യാൻ സി സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും യൂണിയൻ ആണ്. സപ്പോസ് സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്, റൈറ്റ്. സോ ലെറ്റ്സ് ഡിഫൈൻ ലാംഗ്വേജ് L1 ആസ് എ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ് വിത്ത് ലെങ്ത് 1. സോ ലെങ്ത് 1 ഉള്ള എല്ലാത്തിനെയും ഞാൻ ലാംഗ്വേജ് L1 കാറ്റഗറിയിൽ ഇടുവാണെങ്കിൽ my language becomes what? A, B, C, D, E, F, G, H till Z.
റൈറ്റ്. സോ ലെറ്റ്സ് ഡിഫൈൻ അനദർ ലാംഗ്വേജ് L2. അതിൽ ഞാൻ പറയുവാണ് ലെങ്ത് 2 ഉള്ള എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ് ബിക്കംസ് A B B C C D D E E A B A D A E A F A Z A X. You can include all those strings which are of length 2. റൈറ്റ്. സോ അതെന്റെ വേറെ ലാംഗ്വേജ് ആയി മാറി. സോ ലാംഗ്വേജ് എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതെപ്പോഴും എന്തായിരിക്കും? സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞ ബിഗർ അംബ്രലന്റെ എപ്പോഴും ഒരു സബ്സെറ്റ് ആയിരിക്കും. റൈറ്റ്. സോ യു ക്യാൻ ഡിഫൈൻ യുവർ ഓൺ ലാംഗ്വേജ്. Right. So all language, you can see all language are subset of sigma star which contain all strings. Now suppose നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് വെച്ച് നമ്മൾ ബൈനറി ആൽഫബറ്റിലോട്ട് വരാം. സോ ലെറ്റ് us define language L1 as set of all string with length 2. എന്തായിരിക്കും? 00011011. This is one language. Another language എന്താണ്? Suppose it starts with 0 and ends with 1. So എന്തൊക്കെയായിരിക്കും? Starts with 0. So 0 ൽ തുടങ്ങണം, 1ൽ പോയി അവസാനിക്കും. സോ 01 001 011 00, any possible string that starts with 0 and ends with 1, അതിന് നമ്മൾ ലാംഗ്വേജ് 2 ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുവാണ്. സോ യു ക്യാൻ ഫോം എനി ലാംഗ്വേജസ്. സോ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് സിഗ്മ സ്റ്റാർ. റൈറ്റ്. അപ്പോൾ നമ്മുടെ ആൽഫബറ്റിലുള്ള സെറ്റ് ഓഫ് സ്ട്രിങ്സ് തന്നെ ആയിരിക്കും ലാംഗ്വേജ്. നമുക്ക് നമ്മുടെ രീതിയിൽ ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യാനും പറ്റും. റൈറ്റ്. സോ ദാറ്റ്സ് ലാംഗ്വേജസ്. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. എം ടി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഒരു സ്ട്രിങ്ങും ഉണ്ടാവില്ല. എം ടി ലാംഗ്വേജ് ഇറ്റ് ഇസ് നോട്ട് ബൈ 5. ആ ഫയൽ എന്തുണ്ടാവും? ഒരു സ്ട്രിങ്ങും കാണില്ല. റൈറ്റ്. സോ ലാംഗ്വേജ് ഓഫ് ഓൾ സ്ട്രിങ് ഓവർ സിഗ്മ എന്തായിരിക്കും? സിഗ്മ സ്റ്റാർ ആയിരിക്കും. സോ സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് ലാംഗ്വേജ് ഓഫ് ഓൾ സ്ട്രിങ്സ്, എല്ലാ സ്ട്രിങ്സ് ഉൾപ്പെടും. അതും ഒരു ലാംഗ്വേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. റൈറ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. Alright, so I hope you understood the concept of alphabet, strings and languages. It's pretty straightforward. പക്ഷെ എന്നാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടാവണം. So I hope you enjoyed this video. So see you in the next video. Thank you all.